ഒരു ദിവസം മുത്തുനബിയുടെ ഹദറത്തിലേക്ക് ഒരു സ്വഹാബി വന്നു. അന്ന് ആവലാതി പറഞ്ഞു, പൊന്നാര നബിയെ, ദിവസങ്ങളായി പട്ടിണി കിടന്നിട്ട് ഒന്നും തിന്നാനില്ല നബി, അതുകൊണ്ട് എന്തെങ്കിലും തങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ യഥാർത്ഥത്തിൽ ഒന്നുമില്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറഞ്ഞു, യാ ആയിഷ, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഭക്ഷിക്കാൻ പറ്റുന്ന ഒന്നുമുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹക്കറിയാം ഒന്നുമില്ല എന്ന്. ആയിഷ ബീവി പറഞ്ഞു, നബിയെ, ഒന്നുമില്ല, എൻ്റെ വീട്ടിലൊന്നുമില്ല നബിയെ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് അന്വേഷിക്കാതെ, വീട്ടിൽ തിരയാതെ, തേടി നോക്കാതെ പറഞ്ഞപ്പോൾ അത് വന്ന സ്വഹാബിക്ക് ഒരു സംശയത്തിന് വകവരുത്തുന്നത് വേണ്ടാന്ന് പറഞ്ഞ് പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുമില്ല എന്ന് അറിഞ്ഞിരിക്കവേ ആയിഷ ബീബിയോട് പറഞ്ഞു, ആയിഷ, ഒന്നും കൂടി നീ വീട്ടിൽ നോക്ക്, കരുതി നോക്ക്, വല്ലതുമുണ്ടോ എന്ന്. ആയിഷ ബീബിക്ക് അറിയാം ഒന്നുമില്ല, ഇനി പരിധിയാൽ തന്നെ ഒന്നും കിട്ടൂല എന്നറിയാം. എന്നാലും പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് കൽപ്പിച്ചല്ലോ എന്നനുസരിച്ച് റസൂലുള്ളാഹി തങ്ങളെ വാക്ക് മാനിച്ച് ആയിഷ ബീബി വീടെല്ലാം തെരയാൻ തുടങ്ങി. ആ തെരഞ്ഞപ്പോൾ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു കുരു മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ കാണാൻ കിട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ അതെടുത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു, നബിയെ, ഇത് മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ, മറ്റൊന്നുമില്ല നബിയെ. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെടുത്തു ആ സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, മോനെ, ഇത് മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ, നീ ഇതിനെ വായിലിട്ടോ എന്ന്. ദിവസങ്ങളായി പട്ടിണി കിടന്ന സ്വഹാബി ആ ഈത്തപ്പഴ കുരു എടുത്ത് വായിലിട്ടു. അൽഹംദുലില്ലാ, പറയട്ടെ അത്ഭുതം, റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്ത് എന്ന് പറയട്ടെ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന് പറയട്ടെ, ആ ഈത്തപ്പഴ കുരുവിൽ നിന്ന് നല്ല രസമുള്ള ജ്യൂസാണ് ആ സ്വഹാബിയുടെ വായിലേക്ക് ഇറങ്ങുന്നത്. അതിങ്ങനെ കുടിച്ചു, അദ്ദേഹം പള്ള നിറച്ചു, അദ്ദേഹം റാഹത്തായി വീട്ടിലെത്തി. വീട്ടിൽ ഭാര്യ മക്കളും പട്ടിണിയാണ് ദിവസങ്ങളായി. ആ ഈത്തപ്പഴ കുരു എടുത്ത് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു, നീ ഇതിനെ വായിലിട്ടോ, നിന്റെ പള്ള നിറക്കാനുള്ള ഭക്ഷണം ഇതിലുണ്ട് എന്ന്. ഇത് റസൂലുള്ളാഹി തങ്ങളെ തന്നതാണ് എന്ന്. അത് ഭാര്യ അപ്പത്തന്നെ എടുത്ത് വായിലിട്ടു. ആ വായിലിട്ടപ്പോൾ ഭാര്യയുടെ വായിലും നല്ല രസമുള്ള ജ്യൂസാണ് അതിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കുടിച്ചു. അൽഹംദുലില്ലാ, ഭാര്യയുടെ വയറ് നിറഞ്ഞു. അങ്ങനെ മക്കൾ എല്ലാവരും കുടിച്ചു. ഒരു കുടുംബത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ ഭക്ഷണം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല എന്ന് തെരഞ്ഞു കിട്ടിയ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ നിന്നായിരുന്നുവെങ്കിൽ അതല്ലേ അത്ഭുതം, മുത്തു റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത്, അവിടുത്തെ സ്ഥാനമാനങ്ങൾ എത്രയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആരെന്ത് ചോദിച്ചാലും ഇല്ല എന്ന് അവനെ തിരിച്ചു വിടൂല, അവനിക്ക് എന്തെങ്കിലും കൊടുക്കൂ. അവസാനം ഈത്തപ്പഴത്തിൻ്റെ ഒരു കുരു കൊടുത്തു. അത് കൊടുത്ത് ആ സ്വഹാബിയുടെ വയറ് നിറച്ചു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്താണ്. അള്ളാഹു ആ മുത്തുനബിയെ സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ.